ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തേത് രാവിലെ തന്നെ ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. അപ്പോൾ ഇതൊരു ജെൻഡർലെസ് റീഡിംഗ് ആണ്. ആർക്ക് വേണമെങ്കിലും കാണാം. നിങ്ങളുടെ ജീവിതത്തിലെ ഇവൻസുമായിട്ട് ഇതിലെ കാര്യങ്ങൾ റെസണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക, ഇല്ലെങ്കിൽ വിട്ടുകളയുക. ഓക്കെ. നമുക്ക് ആദ്യം കിട്ടിയ ഓറക്കിൾ കാർഡ് എന്ന് പറയുന്നത് പാരഡൈസ് എന്ന് പറയുന്നൊരു കാർഡാണ്. പാരഡൈസ് നിങ്ങൾക്കറിയാം എന്താണെന്ന്. അപ്പോൾ പാരഡൈസിൻ്റെ ഒരു മീനിങ് എന്ന് വെച്ചാൽ ഒരു ഇന്നർ പീസ്, ഓക്കെ, ഒരു സ്റ്റേറ്റ് ഓഫ് ബ്ലിസ് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ഹാർമണി. ഓക്കെ. ഈ പാരഡൈസിന് വേറൊരു അർത്ഥം കൂടിയുണ്ട്. സെൽഫ് കെയറിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട ഒരു സമയമാണ്. മാത്രമല്ല, നിങ്ങളുടെ സന്തോഷ സ്ഥലങ്ങൾ, നിങ്ങളുടെ സന്തോഷത്തിൻ്റെ ഇടങ്ങൾ നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കണം എന്നുകൂടി ഈ പാരഡൈസിന് ഒരു അർത്ഥമുണ്ട്. രണ്ടാമത് കിട്ടിയത് ബട്ടർഫ്ലൈ ആണ്. ബട്ടർഫ്ലൈ എന്ന് വെച്ചാൽ ട്രാൻസ്ഫോർമേഷൻ, ചേഞ്ച്, ഗ്രോത്ത് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മൂന്നാമത് കിട്ടിയത് ക്ലോക്കാണ്. ക്ലോക്ക് എന്ന് വെച്ചാൽ ടൈം, സൈക്കിൾസ്, ചില സൈക്കിളുകൾ, റിപ്പീറ്റ് ചെയ്യുന്ന സൈക്കിളുകൾ, ചില റിമൈൻഡേഴ്സ്, ചില ഓർമ്മപ്പെടുത്തലുകൾ. ഓക്കെ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഇതിൻ്റെ ഒരു മീനിങ് എന്ന് വെച്ചാൽ മാറ്റത്തിനെ സ്വീകരിക്കാനും അതുപോലെ നമുക്കുണ്ടാകുന്ന ജീവിത സാഹചര്യങ്ങൾ മാറുമ്പോൾ ആ ഒരു സാഹചര്യത്തിലും നിങ്ങൾ സമാധാനം കണ്ടെത്താൻ ശ്രമിക്കണം എന്നാണ്. ഓക്കെ. എംബ്രേസിങ് ചേഞ്ച് ആൻഡ് ഫൈൻഡിങ് പീസ് വിത്ത് ലൈഫ് ട്രാൻസിഷൻസ് എന്ന് വേണമെങ്കിൽ ഈ 3 കാർഡിനെ കൂടെ ഒരുമിച്ച് നമുക്ക് പറയാം. ഓക്കെ. പിന്നെ നമുക്ക് ടാരോട്ട് കാർഡിലോട്ട് വരാം. ടാരോട്ടിൽ ആദ്യം കിട്ടിയിരിക്കുന്നത് 7 ഓഫ് കപ്സ് എന്ന് പറയുന്ന ഒരു എനർജിയാണ്. അപ്പോൾ 7 ഓഫ് കപ്സ് എന്ന് വെച്ചാൽ ചില അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ചില ഇല്യൂഷൻസൊക്കെ നിങ്ങളുടെ മനസ്സിലിപ്പോൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ. നിങ്ങൾ കുറച്ചിങ്ങനെ ഡീപ്പറായിട്ട് അത് ശ്രദ്ധിക്കുമ്പോൾ അവിടെ ഒന്നുമില്ല, അതെല്ലാം ഇല്യൂഷൻസാണ്, മനസ്സിൻ്റെ ഒരു മതിഭ്രമമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ. അപ്പോൾ അതാണ് 7 ഓഫ് കപ്സ്. വീനസ് ആൻഡ് സ്കോർപ്പിയോ ആണ് ഇവിടുത്തെ സോഡിയാക് സൈൻസ്. ഒരുപാട് ചോയ്സസ് നിങ്ങളുടെ മുന്നിലുണ്ട്, കുറേ ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്, പക്ഷേ അതെല്ലാം റിലേറ്റഡ് ടു ഇല്യൂഷൻസ് ആണ്. ഓക്കെ. രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് ഫുൾ കാർഡാണ്. ഫുൾ കാർഡ് ന്യൂ ബിഗിനിങ്സിൻ്റെ ഒരു കാർഡാണ്. ചില പുതിയ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഓപ്പർച്യൂണിറ്റീസിനെ ഉപയോഗിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നൊരവസ്ഥയാണ്. ഓക്കെ. യൂണിവേഴ്സൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മുന്നിലുള്ള ആ ഒരു അവസരങ്ങളെ ഉപയോഗിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ. ഇനി അടുത്ത കാർഡെന്ന് വെച്ചാൽ ദ ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് ആണ്. ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള ഒരു മെച്യൂറായിട്ടുള്ള ഒരു ലേഡി. അവർ ഫാമിലിയെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്, അതുപോലെ നല്ല ബിസിനസ്സൊക്കെ ചെയ്യാൻ വശമുള്ള ഒരു ലേഡിയാണ്. ഇവർ ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറായിരിക്കാം. നല്ല വെൽത്ത്, സ്കിൽസൊക്കെ ഉള്ളൊരു ലേഡി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ. ഒരു നർച്ചറിങ് ബിഹേവിയർ ഉള്ളൊരു ലേഡിയാണ്. ഓക്കെ. ഒരു വർക്കിംഗ് പാരൻ്റ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വിചാരിക്കാം. നിങ്ങളുടെ അമ്മ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ മൂത്ത ഒരു സഹോദരി വർക്ക് ചെയ്യുന്നൊരു ലേഡി. ഇവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നല്ലപോലെ ഇൻഫ്ലുവൻസ് ഉണ്ട്, അല്ലെങ്കിൽ അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സഗിറ്റാരിയസ് ആൻഡ് കാപ്രിക്കോൺ ആണ് ഇവിടുത്തെ സോഡിയാക് സൈൻ. പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് 4 ഓഫ് വാൺസ് ആണ്. 4 ഓഫ് വാൺസ് എന്ന് വെച്ചാൽ ഒരു ജോയ്ഫുൾ സെലിബ്രേഷൻ വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലോട്ട്. ഇനി അടുത്തത് ഏസ് ഓഫ് സോഡ്സ് ആണ്. ഏസ് ഓഫ് സോഡ്സ് എന്ന് വെച്ചാൽ ഇതും പുതിയ ചില ബിഗിനിങ്സ്, പുതിയ ചില പ്രോജക്ട്സ്, മെൻ്റൽ ആൻഡ് ഇൻ്റലക്ച്വൽ എബിലിറ്റി, നിങ്ങൾക്ക് ക്ലാരിറ്റി കൊണ്ടുവരുന്നൊരു സമയമാണ്. ഓക്കെ. റിലേഷൻഷിപ്പിലാണെങ്കിൽ ചില ഗുഡ് ന്യൂസൊക്കെ കിട്ടും. ലീഗൽ മാറ്റേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്, ചില കോൺട്രാക്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് കിട്ടും എന്നാണ് പറയുന്നത്. ഓക്കെ. അടുത്ത കാർഡ് ഏസ് ഓഫ് പെൻഡക്കിൾസിൻ്റെ കാർഡാണ്. ഇന്നത്തെ റീഡിങ്ങിൽ കുറേ ന്യൂ ബിഗിനിങ്സിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. ദ ഫൂൾ കാർഡ്, അതുപോലെ ഏസ് ഓഫ് സോഡ്സ്, ഏസ് ഓഫ് പെൻഡക്കിൾസ്, ഇതെല്ലാം കാണിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ബിഗിനിങ് ഉണ്ടാകാൻ പോകുന്നു. എല്ലാ രീതിയിലും പുതിയ ബിഗിനിങ്സ് നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരാൻ പോകുന്നു എന്നാണ്
ഈ കാർഡുകളെല്ലാം പറയുന്നത്. ഏസ് ഓഫ് പെൻറ്റക്കിൾസും അത് തന്നെയാണ്. ഒരു പുതിയൊരു ജോബ്, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ജോബ് ചേഞ്ച് ചെയ്യാനുള്ളൊരവസരം. അതുപോലെ അത് ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫിനാൻസ് കൂടുതൽ കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാശ് കിട്ടാൻ പോകുന്നു എന്നുള്ള ഒരു കാർഡാണ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, എ ന്യൂ ഫിനാൻസ് ഓർ കരിയർ ഓപ്പർച്യൂണിറ്റി, അബണ്ടൻസ് എന്നൊക്കെയാണ് അതിൻ്റെ മീനിങ്. ഇനി അവസാനത്തത് 3 ഓഫ് കപ്സ് ആണ്. 3 ഓഫ് കപ്സ് എന്ന് വെച്ചാൽ ഒരു റീയൂണിയൻ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നു. സെലിബ്രേഷൻസ്, സമോൺ ഫ്രം യുവർ പാസ്റ്റ്, നിങ്ങളുടെ കഴിഞ്ഞ കാലത്തെ ഒരു ഫ്രണ്ട്, അല്ലെങ്കിൽ പാസ്റ്റ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് ലൈഫും ആവാം കേട്ടോ, അല്ലെങ്കിൽ ഒരു നിങ്ങൾക്കറിയുന്ന നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുന്നേ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ട് നിങ്ങളുമായിട്ട് തിരിച്ച് റീയൂണിയൻ സെലിബ്രേഷൻസിന് വരുന്നു എന്നാണ് ഇതിൻ്റെ മീനിങ്. ഓക്കെ, നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അതുപോലെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡായിട്ടിരിക്കുക. ഗുഡ് എനർജീസ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഉണ്ടാകും എന്നാണ് ഈ ഒരു കാർഡ് 3 ഓഫ് കപ്സ് പറയുന്നത്. സെലിബ്രേഷൻസ്, ഫ്രണ്ട്ഷിപ്സ്, കൊളാബറേഷൻസ്. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൻ്റെ മീനിങ്. ഇനി ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് കിങ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഓക്കെ, ഈ കിങ് ഓഫ് സോഡ്സിൻ്റെ എനർജി എന്ന് വെച്ചാൽ സംതിങ് റിലേറ്റഡ് ടു ലീഗൽ മാറ്റേഴ്സ്. ഓക്കെ, ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരാൾ ഭയങ്കര മെച്ചുറായിട്ടുള്ള ഒരു കൂളായിട്ടുള്ള ഒരാൾ. ഈ ആൾ ഭയങ്കര സെൽഫ് ഡിസിപ്ലിൻഡ് ആണ്, നല്ല ബുദ്ധിയുള്ള ഒരാൾ, ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരാൾ, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾ. ഈ ആൾ എപ്പോഴും മൈൻഡ് ഓവർ ഇമോഷൻസാണ് എപ്പോഴും എടുക്കുന്ന ഒരു രീതി എന്ന് വെച്ചാൽ, ഇമോഷൻസിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ആളുടെ മനസ്സ് പറയുന്നത് കേൾക്കും, എന്നിട്ട് നീതി നടപ്പാക്കുന്ന ഒരു രാജാവിനെ പോലെ. ഓക്കെ, ആൾക്ക് വേണ്ടത് മെൻ്റൽ ക്ലാരിറ്റിയാണ്, ഇൻ്റലക്ച്വൽ പവറുണ്ട്, അതോറിറ്റി ഉണ്ട്, എപ്പോഴും സത്യസന്ധത, അല്ലെങ്കിൽ സത്യത്തിന് വേണ്ടിയിട്ട് വാളെടുക്കും എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലത്തെ ഒരാളാണ് കിങ് ഓഫ് സോഡ്സ് എന്ന് പറയുന്നത്. അതുപോലത്തെ ഒരു എനർജിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം ഉള്ളത്. ആ ഒരു എനർജിയാണ് മുന്നിട്ട് നിൽക്കുന്നത്. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിങ്. താങ്ക് യു, ബൈ.